നോർവേയിൽ പെട്ടെന്നൊരു ദിവസം ഒരു മല അങ്ങോട്ട് ഇടിഞ്ഞു പോവാണ്. അതോടുകൂടി ഒരു വലിയ സുനാമി തന്നെ രൂപപ്പെടുന്നു. ഈ മലകൾക്ക് താഴെയായിട്ട് ഒരുപാട് വീടുകളുണ്ട്. അവർക്ക് രക്ഷപ്പെടാനായിട്ട് 10 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ തന്നെ രക്ഷപ്പെട്ട് ഈ സുനാമി ആണെങ്കിൽ ആർത്തുലച്ചുകൊണ്ട് ആ ഒരു ഗ്രാമം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ കൂട്ടുകാരെ, 2015 പുറത്തിറങ്ങിയിട്ടുള്ള ദ വേവ് എന്ന് പറയുന്ന ഒരു കിഡിലൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൂറ്റൻ മലയാണ് കാണിക്കുന്നത്. ആ മലയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മലയുടെ ഒരു ഭാഗം ഇപ്പോൾ പുഴയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ഒരു കൂറ്റൻ സുനാമി തന്നെ ഉണ്ടായിട്ട് ആ നഗരം മൊത്തം വിഴുങ്ങിക്കളയും. ഏകദേശം 10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ നഗരത്തിലേക്ക് ഈ വെള്ളം പാഞ്ഞു വരും. അതായത് 10 മിനിറ്റ് മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാനായിട്ടുണ്ടാവുള്ളൂ. ഒരു പ്രത്യേക തരത്തിലുള്ള അലാം സിസ്റ്റവും അതുപോലെ ഒരുപാട് സെൻസേഴ്സും മറ്റൊക്കെ ഈ മലകളിൽ പല സ്ഥലത്തായിട്ട് ഈ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജിയോളജിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു നഗരത്തിൽ അവൻ ജിയോളജിസ്റ്റ് ആയിട്ടുള്ള അവസാനത്തെ ദിവസമാണ്. ഇവിടുത്തെ ജോലി മതിയാക്കി നോർവേ സിറ്റിയിലേക്ക് അവനിപ്പോൾ താമസം മാറാനായിട്ട് പോവാണ്. ടൗണിലാണ് ഇവരുടെ ഈ ഒരു മെയിൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആള് ഭയങ്കര സന്തോഷത്തിലാണ്. അടുത്ത ദിവസമാണ് ഇവർ ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒരു ജങ്കാറിലൊക്കെ കയറിയിട്ട് വേണം, അതായത് ഫെറി സർവീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഇവരിപ്പോൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോകാനായിട്ട്. ക്രിസ്ത്യൻ ഇപ്പോൾ താമസിക്കുന്ന വീടാവട്ടെ ഈ വലിയ മലനിരകൾക്ക് താഴെയായിട്ടാണ്. അങ്ങനെ അവൻ വീട്ടിലേക്ക് എത്തി. 2 മക്കളാണ് നമ്മുടെ ക്രിസ്ത്യനുള്ളത്, സോൺഡ്രയും അതുപോലെ തന്നെ മകളായിട്ടുള്ള ജൂലിയും. ഭാര്യയായിട്ടുള്ള ഇഡുനാണെന്നുണ്ടെങ്കിൽ പിടിപ്പത് പണിയിലാണ്. അതായത് അവിടുത്തെ പൈപ്പ് കേട് വന്നിട്ടുണ്ട്. അവളാണ് ഇപ്പോൾ ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ എന്തിനാ ഇതൊക്കെ ശരിയാക്കുന്നത്? പ്ലംബറിനെ വിളിച്ചാൽ പോരെ? ഇനി എന്തായാലും ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ നല്ല കിടിലും വീട്ടിലേക്ക് ടൗണിലേക്ക് നാളെ മാറുകയല്ലേ. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ്റെ മകനായിട്ടുള്ള സോൺഡ്രയ്ക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഈ മലയുടെ താഴ്വാരവും മലയും എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ്റെ ജോലിയെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ക്രിസ്ത്യൻ്റെ ഭാര്യയായിട്ടുള്ള ഇഡുനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്, അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നമ്മുടെ ക്രിസ്ത്യൻ അവിടെ നിന്ന് പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. പക്ഷെ അവരാരും അത് പുറത്തൊന്നും കാണിക്കുന്നില്ല. ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ ഒരു മലയിൽ വലിയൊരു വിള്ളൽ വന്നിട്ടുണ്ടായി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. ഇവരുടെ കയ്യിലാണ് ഈ അലാം കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റിനുള്ളിൽ ഈ നഗരത്തിലേക്ക് സുനാമി ഉണ്ടാവും. ഈ ഒരു മലയുടെ ആ ഒരു ഭാഗം അടർന്ന് വീണിട്ട് ഈ ഒരു പുഴയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കും മലയുടെ ഒരു ചെറിയ ഭാഗമല്ലേന്ന്. പക്ഷേ ആ ഒരു ഭാഗം തന്നെ ഈ ഒരു വെള്ളത്തിലോട്ട് വീഴുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും പിന്നീട് ഈ ഒരു വെള്ളമാണെന്നുണ്ടെങ്കിൽ വളരെ കുത്തൊലിച്ച് വരുന്നതനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ, നിങ്ങൾക്കറിയാലോ സുനാമി എങ്ങനെ ഉണ്ടാവണമെന്ന്, കരയോട് അടുക്കും തോറും ഇതിൻ്റെ ഒക്കെ ഭീകരതയൊക്കെ കൂടിക്കൂടി വരും. ഇപ്പം നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാതാവുക അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവൻ എന്തൊക്കെയോ ഒരു സംശയം വരുന്നുണ്ട്, എന്തോ ഒരു അപകടം വരാൻ പോകുന്നുള്ള രീതിയിലുള്ള ഒരു മനോഭാവമൊക്കെ അവന് തോന്നി തുടങ്ങുകയാണ്. പക്ഷേ ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അടുത്ത ദിവസം സിറ്റിയിലേക്ക് മാറാനായിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അതുവരെ അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫയലുകൾ, അതായത് ഈ ഒരു മലകളെ പറ്റിയിട്ടുമുള്ള പഠനത്തിനെ പറ്റിയുള്ള ഫയലുകളൊക്കെ എടുത്തിട്ട് ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയിടുന്നുണ്ട്. അപ്പോഴാണ് തൻ്റെ മകൻ അവിടെ വിഷമിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ കാണുന്നത്. സോണ്ടയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് ഇവിടുന്ന് പോകണോ, എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്നാണ് ഇവരുടെ അയൽക്കാരായിട്ടുള്ള തോമസും കുടുംബവും കൂടി ഇവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് യാത്ര പറയാനായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, മലമുകളിലായിട്ട് ഒരുപാട് കോടകളൊക്കെ രൂപപ്പെടുന്നത് അവൻ കാണുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മക്കളെയും കൂട്ടിയിട്ട് ഇപ്പോൾ ടൗണിലേക്ക് പോവുകയാണ് നമ്മുടെ ക്രിസ്ത്യൻ. ഭാര്യയായിട്ടുള്ള ഇടുനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ആ ഒരു പണി കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഫെറിയിലോട്ട് കയറാനായിട്ട് നിൽക്കുമ്പോഴാണ് ആ മലകളിൽ നിന്ന് പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഒലിക്കുന്നവൻ കാണുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ എന്തോ അപകടം മണത്തിട്ട് വണ്ടി തിരിക്കുകയാണ്. അതായത് അവൻ്റെ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അച്ഛൻ എന്താ തിരിച്ചു പോകുന്നതെന്ന് ജൂലി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു. നേരെ അവൻ ഓഫീസിലേക്ക് പോയിട്ട് മക്കളോട് വണ്ടിയിൽ തന്നെ ഇരിക്കാനായിട്ട് പറയുകയാണ്. ഈ സിറ്റിയിലാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. സീസൺ ആയതുകൊണ്ട് തന്നെ ഇഡൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഹോട്ടലിൽ ഇപ്പോൾ നല്ല തിരക്കാണ് ആളുകളുടെ. സോൺഡ്രയും ജൂലിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അതായത് അച്ഛൻ ഈ ഓഫീസിലേക്ക് തന്നെ കയറിപ്പോയി ഞങ്ങളടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതേ സമയം നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കോവർക്കേഴ്സിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഉടൻ തന്നെ ആ ഒരു ക്രാക്ക്, അതായത് ഈ ആ ഒരു വിള്ളൽ വീണ ഭാഗം ഒന്ന് പരിശോധിക്കണമെന്ന് അരവിന്ദ് എന്ന് പറയുന്ന ഇവരുടെ ടീം ലീഡർ എടുത്ത് നമ്മുടെ ക്രിസ്ത്യൻ പറയുകയാണ്. അങ്ങനെ പുള്ളിക്കാരനും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ
ക്രിസ്ത്യനും കോവർക്കറായിട്ടുള്ള ജേക്കബും കൂടി ഇപ്പോൾ ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് പോവാണ് ആ വിള്ളലുണ്ടായ സ്ഥലത്തേക്ക്. അവിടെയും ഇവർക്കൊരു ചെറിയ ഓഫീസ് ഉണ്ടായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കാനായിട്ട് സ്ഥാപിച്ചതായിരുന്നു. അത് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ദേ അതാണ് ആ ഒരു വിള്ളല്. അതിനിടയിലൂടെയാണ് ഇവർക്ക് ഇറങ്ങേണ്ടത്. അതിലിറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിലാണ് ആ ഒരു സെൻസേഴ്സും മറ്റൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ. അതിൽ സ്ഥാപിച്ചിട്ടുള്ള ആ സെൻസേഴ്സ് മുഖേനയാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നതും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലാൻഡ് സ്ലൈഡ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ഒരു അലാം ഞെക്കണം. ഞെക്കിയിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റോട് കൂടിയിട്ട് ആ സിറ്റിയിലുള്ള, അതായത് ഈ ഒരു മലകൾക്ക് താഴെയായിട്ടുള്ള സിറ്റിയിലുണ്ടായിരുന്ന എല്ലാവരും രക്ഷപ്പെടാനുള്ള ആ ഒരു സമയമാണ് 10 മിനിറ്റ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും അങ്ങനെ റോപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു വിള്ളലുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. അതിനുള്ളിൽ ഒരുപാട് സെൻസേഴ്സും പിന്നെ അതുപോലെ തന്നെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു മല അടർന്നു പോവാതിരിക്കാനും അതേപോലെ തന്നെ അത് മെഷർ ചെയ്യാനുള്ള പല ഉപകരണങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അതിനുള്ളിലുണ്ടായിരുന്ന ആ ഒരു സെൻസറിൻ്റെ വയറൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സെൻസേഴ്സിൻ്റെ വയർ മൊത്തം കട്ടായി കിടക്കുന്നവർ കാണുന്നുണ്ട്. ഈ കാര്യം അരവിന്ദിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഇത് ചെറിയൊരു സംഭവമല്ല. അപ്പോൾ ഈ അരവിന്ദ് എന്ന് പറയുന്ന ഈ ഒരു ലീഡർ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്. ആ വിള്ളൽ വീണ ഭാഗത്തുണ്ടായിരുന്ന റോക്കുകൾ, അതായത് ആ വലിയ മലയുടെ ഭാഗം മൊത്തത്തിൽ കോൺട്രാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു വയറുകളൊക്കെ കട്ടായതെന്നാണ് ഇവരിപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വണ്ടിയിൽ കുട്ടികളെ കാണാത്തതിനെ തുടർന്ന് നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇടും വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ഇപ്പോൾ പോയി നോക്കുന്നുണ്ട്. കുട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇടുവിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഇടുവിൻ്റെ അടുത്ത് നമ്മുടെ ക്രിസ്ത്യൻ അപ്പോൾ തന്നെ സോറി പറയുന്നുണ്ട്. ഞാൻ ഇന്നൊരു ഇഡിയറ്റ് ആയിരുന്നു, ഞാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി എന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്നുണ്ട്. ഇന്നിനി എന്തായാലും ഫെറി സർവീസും കാര്യങ്ങളൊക്കെ ഇല്ല, അപ്പോൾ നാളെ പോകാമെന്നാണ് ഇടും പറയുന്നത്. ലോണ്ടറി ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ ആ ഒരു ഹോട്ടലിൽ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു. ജൂലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാശി പിടിച്ചു നമുക്ക് പഴയ വീട്ടിൽ തന്നെ നിൽക്കാമെന്ന്. അങ്ങനെ ജൂലിയും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യനും കൂടി ചേർന്നിട്ട് ഒരു ദിവസം കൂടി അവരുടെ പഴയ വീട്ടിൽ താമസിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ സോണ്ട്രി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോട്ടലിൽ താമസിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള വെബിക്ക എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് അവന് ചെറിയൊരു റിലേഷനിൽ താല്പര്യമുണ്ടായിരുന്നു. ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബെഡും ഒരു സോഫയൊക്കെ എടുത്തിട്ട് ഇവർ വീട്ടിനുള്ളിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ, കാരണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവർ ഷിഫ്റ്റ് ചെയ്തിട്ട് നഗരത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ വൈകിട്ടായപ്പോൾ മകൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് അവളെ ഉറക്കി. അതിനുശേഷം അവൻ അടുക്കളയിലേക്ക് പോയിട്ട് കുറച്ച് മദ്യം കഴിക്കുന്നു. ഒപ്പം തൻ്റെ ഭാര്യയായിട്ടുള്ള ഇടുവിൻ്റെ അടുത്ത് സോറി പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജും അയക്കുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ക്രിസ്ത്യൻ്റെ ഭാര്യയായിട്ടുള്ള ഇടുവിന് ചിരി വരികയാണ്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യന് ഇപ്പോഴും ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. അവൻ ആ ഒരു മലയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അർവിദിനും അതുപോലെ തന്നെ ജേക്കബിനും ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് ഈ ഒരു വിള്ളലിൽ കയറിയിട്ട് പരിശോധിക്കണം പെട്ടെന്ന്, റീഡിങ്സ് ഒന്നും കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇതേ സമയം ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ സോണ്ട്രയ്ക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ടി വി ഒക്കെ ഓഫാക്കിയിട്ട് അവൻ്റെ സ്കേറ്റിംഗ് ബോർഡ് എടുത്തിട്ട് ആ ഒരു ഹാളിലൂടെ ഇപ്പോൾ നടന്നു പോവുകയാണ്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് വെബിക്ക എന്ന് പറയുന്ന അവന് ക്രഷുള്ള ആ ഒരു പെൺകുട്ടി വരുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കാണുന്ന ചിരിക്കുന്നു, അവളും ചിരിക്കുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ അവനെയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഓ, അവൾക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ സന്തോഷത്തോട് കൂടിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് സ്കേറ്റ് ബോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഓഫീസിലാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും ഇവർ ഈ ഒരു വിള്ളലിനെ പറ്റിയിട്ടുള്ള റിസർച്ചിലും അതുപോലെ തന്നെ ആ റീഡിങ്ങും മറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് റീഡിങ്ങിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുന്നത്. ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള അർവിദ് പറയുന്നുണ്ട്, അപ്പോൾ അതെന്തെങ്കിലും കമ്പ്യൂട്ടറോ മറ്റൊക്കെ ആയിരിക്കും. ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ ആ ഒരു റീഡിങ്ങിൽ ഒരു മാറ്റം വരുന്നില്ല. ആ റീഡിങ് ഇടയ്ക്കിടയ്ക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അർവിദും ജേക്കബും കൂടി ചേർന്നിട്ട് ആ വിള്ളലുള്ള ഭാഗത്തേക്ക് ഇറങ്ങി നോക്കാനായിട്ട് പോവുകയാണ്. അതും നട്ട പാതിരാക്കാണ്. ഇതേ സമയം നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ഉറക്കം വരുന്നേയില്ല. അവനും ഉറക്കം എണീറ്റിട്ട് നമ്മുടെ ഈ ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇവർ കാര്യം പറഞ്ഞു, ഇങ്ങനെ റീഡിങ്ങിൽ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യന് ഒരു കാര്യം പിടികിട്ടുന്നത്. അവൻ നേരെ ആ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്ന അവൻ്റെ ഫയൽസ്, അതായത് ഈ ഒരു മലയെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. അത് അവൻ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അവനൊരു കാര്യം പിടികിട്ടുന്നത്. അതായത് ഈ ഒരു വിള്ളൽ വീണത്ത സ്ഥലത്തെ മഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ അതിലൂടെയുള്ള ആ ഒരു മഴ പെയ്തിട്ടുള്ള വെള്ളം കിനിഞ്ഞിറങ്ങുന്നതോട് കൂടിയിട്ടൊക്കെ ഈ ഒരു വിടവ് വീണ്ടും വീണ്ടും വലുതായിട്ട് ഇപ്പോൾ ഈ പുഴയിലേക്ക് വീഴാനായിട്ട് പോവുകയാണ്. ആ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു അലം കാര്യങ്ങൾ മുഴക്കണം എന്നാണ് ഇപ്പോൾ ക്രിസ്ത്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവസാന തീരുമാനം വരേണ്ടത് അരവിന്ദിൻ്റെ കയ്യിൽ നിന്നാണ്. അങ്ങനെ അരവിന്ദുമായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ സംസാരിക്കുന്നുണ്ട്.
നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് റോപ്പ് ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് കയറി വരണം എന്ന് പറയുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഇവർ നിൽക്കുന്ന ആ ഒരു വിടവിനുള്ളിലേക്ക് ഒരുപാട് കല്ലുകളും മറ്റൊക്കെ മുകളിൽ നിന്ന് വീഴാനായിട്ട് തുടങ്ങി. അതായത് ഇത് അടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ഈ കല്ലുകളൊക്കെ വീണെങ്കിലും പിന്നീട് അത് നിന്നു. അപ്പോൾ ഇവരെല്ലാം ശരിയായി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും ക്രിസ്ത്യൻ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ അലാ മുഴക്കാത്തതെന്ന്. അപ്പോഴേക്കും വീണ്ടും ആ ഒരു വിള്ളലിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കല്ലുകളൊക്കെ വീഴാനായിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ജേക്കബിൻ്റെ കാലാണെന്നുണ്ടെങ്കിൽ ഒരു കല്ലിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് റോപ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് കയറാനായിട്ടും പറ്റില്ല. പിന്നെ പോരാത്തതിന് ഒരു റോപ്പ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ, ബാക്കിയുള്ള റോപ്പൊക്കെ തകർന്നിട്ടുണ്ട്. അങ്ങനെ ജേക്കബിനെ മാത്രം ആ റോപ്പിൽ അവൻ കണക്ട് ചെയ്തിട്ട് നമ്മുടെ അരവിന്ദ് ആണെങ്കിൽ സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും ഇവർ സൈറൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഞെട്ടി എണീക്കുകയാണ്. കാരണം ഇനി ആകെ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ ഒരു സുനാമി ഇങ്ങോട്ടേക്ക് വരും. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ആ ഒരു മലയുടെ ഭാഗം മൊത്തത്തിൽ ഇപ്പോൾ ആ നദിയിലേക്ക് വീഴുകയാണ്. അതോട് കൂടിയിട്ട് ഭീമാകാരം തിരമാലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക്. ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ തൻ്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. അവൻ വേഗം വാച്ചിൽ നോക്കുന്നുണ്ട്. അതായത് ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അതിനു മുമ്പ് ഇടുനെയും അതുപോലെ തന്നെ സോണ്ടറയും കൂടെ കൂട്ടണം. അങ്ങനെ ഇവൻ കാറെടുത്തുകൊണ്ട് അവിടെ നിന്ന് പറക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ 10 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഈ നഗരം കടക്കും, അല്ലെങ്കിൽ ഫെറിയിൽ കയറിയിട്ട് എങ്ങനെ രക്ഷപ്പെടും എന്നാണ് ചിന്തിക്കുന്നത്. ഈ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും എണീപ്പിക്കാനായിട്ട് നമ്മുടെ ഇടുനാണെന്നുണ്ടെങ്കിൽ കോവർക്കർ അടുത്ത് പറയുന്നുണ്ട്. അതനുസരിച്ച് ഇടുനും പിന്നെ ആ ഒരു വെബിക്ക എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗസ്റ്റുകളുടെ റൂമിലും പോയിട്ട് തട്ടുകയാണ്. എല്ലാവരും എണീക്കി, സുനാമി വരുന്നുണ്ട്. ചിലർക്കൊന്നും കാര്യം പോലും മനസ്സിലാവുന്നില്ല, എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ്റെ അടുത്ത് അവൾ പറയുന്നുണ്ട്, ജൂലിയും കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ. അവളും പിന്നെ ഈ ഒരു ടൂറിസ്റ്റുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ബസ്സിൽ രക്ഷപ്പെട്ടോളാന്നും പറയാണ്. പക്ഷേ ഈ ഒരു വെള്ളമാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ആർത്തുലച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും തെരഞ്ഞു നടക്കുകയാണ്. നമ്മുടെ സോണ്ടറയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാനുമില്ല. ഇതേ സമയം നമ്മുടെ ക്രിസ്ത്യനും മോളും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലോക്കിൽ പെടുകയാണ്. അതായത് എല്ലാവരും വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയേക്കല്ലേ, ആ ചുരത്തിൽ മൊത്തം ബ്ലോക്കാണ്. മറ്റൊരു വഴിയില്ലാന്ന് കണ്ടപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും താഴ്ന്ന ലെവലിലാണ് നിൽക്കുന്നത്. ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. സോണ്ടറയാണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയിട്ടും ഇടിന് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസ്മെൻറ്റിൽ ആ ഒരു ഹെഡ്ഫോണും വെച്ചിട്ട് സ്കേറ്റ് ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരും ഇപ്പോൾ ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോണ്ടറയെ മാത്രം കണ്ടെത്താനായിട്ട് നമ്മുടെ ഇടിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മകനില്ലാണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് മകനെ തിരഞ്ഞ് വീണ്ടും ഈ ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുകയാണ്. മരിയ അതുപോലെ തന്നെ ഫിലിപ്പ് എന്ന് പറയുന്ന ദമ്പതികളാണെന്നുണ്ടെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ കൂടുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ നെയ്ബറായിട്ടുള്ള അന്നയുടെ കാലാണെന്നുണ്ടെങ്കിൽ 2 കാറിനിടയിൽ കുടുങ്ങുകയാണ്. ഇത് രക്ഷിക്കാനായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ അടുത്ത് കയറി പോകാനും പറയുന്നുണ്ട്. അവൻ്റെ മകളടക്കം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ പിന്നാലെ ആ ഒരു കൂറ്റൻ സുനാമി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം വിറച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അന്നയും അതുപോലെ തന്നെ ക്രിസ്ത്യനും കൂടി ചേർന്നിട്ട് ഒരു കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുകയാണ്. വേറെ വഴിയൊന്നുമില്ലല്ലോ. അന്നയുടെ കാലിൽ പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് ഓടാനും പറ്റില്ല. അങ്ങനെ ഇവർ ഈ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഈ സുനാമി വന്നിട്ട് കാറൊക്കെ അടിച്ച് തകർത്തങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോണ്ടറെ ആ ഒരു ബേസ്മെൻറ്റിൽ വെച്ചിട്ട് ഇവർ കണ്ടെത്തുന്നുണ്ട്. ചെക്കനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഓടാനായിട്ട് നിൽക്കുകയാണ്. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു ബസ് അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഹോട്ടലിനെ തന്നെ വിഴുങ്ങാനായിട്ട് വരുന്ന ഭീമാകാരൻ സുനാമിയെയാണ്. ഇവരിങ്ങനെ കുറച്ച് നേരം അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നേരെ ആ ഒരു ബേസ്മെൻറ്റിലേക്ക് തന്നെ ഓടിപ്പോവാണ്. അവിടെ ഒരു ബോംബ് ഷെൽട്ടർ ഉണ്ട്, അതിനുള്ളിലേക്ക് കയറാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോഴേക്കും ഈ ഒരു സുനാമി ആണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൻ്റെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പാഞ്ഞ് കയറുന്നുണ്ട്. ഇവർ ഈ ഒരു ബോംബ് ഷെൽട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും തൊട്ടടുത്ത് തന്നെ വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു ഷെൽട്ടറിൻ്റെ ഡോറ് ഇവർ അടച്ചു. പക്ഷേ അതിനുള്ളിലേക്ക് ഇപ്പോഴും ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ക്രിസ്ത്യനാണ് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഈ കാറാണെന്നുണ്ടെങ്കിൽ മലക്കം മറിഞ്ഞ് കിടക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന അന്ന ആണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു പിന്നീട് അവൻ കണ്ടത്. അതായത് ആ ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അവന് കാണാനായിട്ട് പറ്റുന്നില്ല. എങ്ങും ഒരുപാട് ശവശരീരങ്ങളും അതുപോലെ തന്നെ കാറുകളും എല്ലാം നശിച്ചു കിടക്കുന്നതാണ് അവന് കാണാനായിട്ട് പറ്റുന്നത്. ഇതേ സമയം ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു മെയിൻ ലീഡറായിട്ടുള്ള അരവിന്ദ് മരിച്ച കാര്യം ജേക്കബ് അപ്പോൾ ഇവരെ വിളിച്ച് പറയുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമാവുകയാണ്. നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡ് കാണാനായിട്ട് കഴിഞ്ഞു. ആ ഭാഗത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരുപാട് സർവൈവേഴ്സ് അവിടെ തന്നെ ഉണ്ടായിരുന്നു.
ഒടുവിൽ അവൻ്റെ മകളെ നമ്മുടെ ജൂലിയയെ അവൻ കണ്ടെത്തി. അന്ന മരിച്ചുപോയെന്ന് നമ്മുടെ തോമസിന് ഇവൻ്റെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇതേ സമയം ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ ഇടുവിനെ സഹായിക്കാനായിട്ട് കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഫിലിപ്പ് അതുപോലെ തന്നെ മരിയ ദമ്പതികളിലെ മരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ ഒലിച്ചു പോയി. അതായത് പുള്ളിക്കാരി മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് ക്രിസ്ത്യൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരാൾ ഫോണിൽ സംസാരിക്കുന്നത് അവൻ കാണുന്നത്. അങ്ങനെ ആ ഒരു ഹോട്ടലിൽ നിന്ന് ആ ഒരു ടൂറിസ്റ്റ് ബസ് പുറപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ആ ഒരു ഫോൺ കോളിലൂടെ ക്രിസ്ത്യൻ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം തൻ്റെ മകളായിട്ടുള്ള ജൂലിയയെ, തോമസിനെയും പിന്നെ ആ ഒരു കുട്ടിയെയും ഏൽപ്പിച്ച ശേഷം അവൻ തൻ്റെ ഭാര്യയും മകനെയും തേടിയിട്ട് ഇറങ്ങുകയാണ്. ക്രിസ്ത്യൻ അപ്പോൾ തൻ്റെ മകളടുത്തൊരു കാര്യം പറയുന്നുണ്ട്. തോമസും തെരേസയും, അതായത് തോമസിൻ്റെ ഭാര്യ ഇപ്പോൾ മരിച്ചു പോയല്ലോ, തെരേസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടി അവർക്കുണ്ട്. മോൾ അവളുടെ കൂടെ തന്നെ നിൽക്കണം, അത് തോമസിന് ഭയങ്കര ഹെൽപ്പാവും എന്നും പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്സും തേടി പുറപ്പെടുകയാണ് അവിടെ നിന്ന്. ഇതേ സമയം ആ ഒരു ബോംബ് ഷെൽട്ടറിൻ്റെ ഡോർ ഇവരത് തുറന്നു നോക്കുന്നുണ്ട്. വെള്ളം മൊത്തം ഒഴുകിപ്പോയി എന്ന് വിചാരിച്ചിട്ടാണ് അവരത് തുറക്കുന്നത്. പക്ഷേ ഒരുപാട് വെള്ളം ഇപ്പോൾ ഈ ഒരു ഷെൽട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ കഴുത്തറ്റം തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള വാട്ടർ ലെവൽ കുറച്ചും കൂടി ഒന്ന് ഹൈ ആയതിനു ശേഷം നമുക്ക് ഇത് തുറക്കാം, അതായത് ഈ ഒരു ഡോർ തുറക്കുമ്പോൾ അത്ര പ്രഷർ ഉണ്ടായിരിക്കില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ഇഡുൻ പറയുന്നത്. ഇതേ സമയം നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബോട്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു അവശിഷ്ടങ്ങൾക്കൊക്കെ നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ട് പോലും അവന് മനസ്സിലാവുന്നില്ല. കാരണം എല്ലായിടത്തും ചപ്പുചവറും മറ്റൊക്കെ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യനെ പോലും അവന് ജീവനോടെ അവിടെ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ അവിടെയായിട്ട് ആ ഒരു ബസ് അവൻ കണ്ടെത്തുകയാണ്. ആ ബസ്സിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഡ്രൈവർ മരിച്ചിരിക്കുന്നത് അവൻ കാണുന്നു. ശേഷം ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ അവന് പരിചയമുണ്ടായിരുന്ന ആ ഒരു ഹോട്ടലിലെ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ സോണ്ട്രിയുടെ ക്രഷ് ആയിരുന്ന വെബി കെ എന്ന് പറയുന്ന ആ പെൺകുട്ടിയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും അവൻ മുഖത്ത് ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അതിൽ തൻ്റെ ഭാര്യയും മകനെയും അവന് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. ഇതേ സമയം ബോംബ് ഷെൽട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴുത്തറ്റം വെള്ളമായിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷപ്പെടുന്നത് ഇവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഫിലിപ്പ് എന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഇവരുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് ആ ഒരു എയർ ഡക്റ്റിലേക്ക് ഇപ്പോൾ ശ്വാസം എടുക്കാനായിട്ട് 3 പേരും ഒരുമിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഫിലിപ്പിനാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ശ്വാസം എടുക്കാനായിട്ട് കഴിയുന്നില്ല. അവനാണെന്നുണ്ടെങ്കിൽ സോണ്ട്രയെ ഇപ്പോൾ മുക്കി താഴ്ത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വഴിയും ഇല്ലാതായപ്പോൾ നമ്മുടെ ഇഡുനാണെന്നുണ്ടെങ്കിൽ ഫിലിപ്പിനെ തീർത്ത് കളയേണ്ട അവസ്ഥ വരെ വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഹോട്ടലാണെന്നുണ്ടെങ്കിൽ ആകെ തവിട്ട് പൊടിയായിട്ട് കിടക്കുകയാണ്. ഇവർ 2 പേരെയും പലയിടത്തായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ബേസ്മെൻറ്റിലേക്ക് അവൻ ഇറങ്ങാനായിട്ട് നോക്കിയപ്പോൾ അവിടെ മൊത്തം വെള്ളമായിരുന്നു. എന്തായാലും അവിടെ അവരുണ്ടായിരിക്കില്ല എന്നാണ് അവൻ കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരവിടെ തന്നെ ഉണ്ടല്ലോ. അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു റൂമിലായിട്ട് നമ്മുടെ സോണ്ട്രയുടെ ബാഗൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ കണ്ടെത്തുന്നുണ്ട്. അതോടുകൂടിയിട്ട് അവർ 2 പേരും മരിച്ചു പോയെന്ന് ക്രിസ്ത്യൻ കരുതുകയാണ്. അവൻ ആ ബാഗും കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് ആരംഭിച്ചു. എന്നിട്ട് ഒരു വലിയ ഇരുമ്പിൻ്റെ ദണ്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ അടിക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു അടിക്കുന്ന സൗണ്ടാണെന്നുണ്ടെങ്കിൽ ബോംബ് ഷെൽട്ടറിൽ പെട്ടുകിടക്കുന്ന നമ്മുടെ സോണ്ട്രയും അതുപോലെ തന്നെ ഇഡുനും കേൾക്കുന്നുണ്ട്. ഇഡുൻ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചിട്ട് അവരും അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അത് കേട്ടപ്പോൾ തന്നെ ക്രിസ്ത്യൻ ഒരു കാര്യം മനസ്സിലായി, ഇവർ 2 പേരും ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവർ ബോംബ് ഷെൽട്ടറിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നീന്തി ചെല്ലുകയാണ്. എന്നിട്ട് ആദ്യം നമ്മുടെ ഇഡുനെ രക്ഷപ്പെടുത്തിയിട്ട് കരയ്ക്ക് കയറ്റുന്നു. അടുത്തതായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോണ്ട്രയെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ ആ ഒരു ഷെൽട്ടറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പക്ഷേ സോണ്ട്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും ധൈര്യമുണ്ടായിരുന്നില്ല. അച്ഛൻ കൂടെ തന്നെ ഉണ്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും ഒരുമിച്ച് നീന്തി പോവുകയാണ്. പക്ഷേ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ സോണ്ട്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടുകയാണ്. തൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അവന് ശ്വാസം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ നീന്തി പോകുന്നു. പക്ഷേ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്വാസം മുട്ടിയിട്ട് ആ ഒരു വെള്ളത്തിൽ അകപ്പെടുകയാണ്. മകനാണെന്നുണ്ടെങ്കിൽ കരയ്ക്ക് കയറി. ഇപ്പോൾ നമ്മുടെ ഇഡുനാണെന്നുണ്ടെങ്കിൽ നേരെ ഭർത്താവിനെ രക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ കരയ്ക്ക് കയറുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. CPRും മറ്റുമൊക്കെ നൽകി നോക്കിയെങ്കിലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മുടെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഉണരുന്നേയില്ല. ഉടനെ തന്നെ നമ്മുടെ സോണ്ട്രയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ നെഞ്ചിൽ CPR ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അച്ഛൻ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്നാണ് ആ ഒരു അത്ഭുതം സംഭവിച്ചത്. ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇവർ 3 പേരും അങ്ങനെ വിടാതെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ജൂലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള സർവൈവേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നത്.
അതിൽ ഇവളുടെ അച്ഛനും അമ്മയും ഇല്ലയെന്ന് മനസ്സിലാക്കിയിട്ട് ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ പുറകിലായി ഇവർ 3 പേരും നടന്നു വരുന്നത് കണ്ടപ്പോൾ ജൂലിയയ്ക്ക് അതിയായ സന്തോഷം തോന്നുകയാണ്. അവളങ്ങനെ അവരുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ദ വേവ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.